നിലമ്പൂർ ആർക്കൊപ്പമെന്നറിയാൻ ഇനി ഒരു പകൽ മാത്രം. ആത്മവിശ്വാസം പറയുമ്പോഴും LDF-നും UDF-നും നിലമ്പൂരിൽ ആശങ്കയുമുണ്ട്. PV അൻവർ പിടിക്കുന്ന വോട്ടുകൾ ആരുടെ പെട്ടിയിൽ നിന്നാകും എന്നത് ഇതുവരെ വ്യക്തമായിട്ടില്ല. നാളെ രാവിലെ 8 മണി മുതൽ ചുങ്കത്തറ മാർത്തോമ സ്കൂളിലായിരിക്കും വോട്ടെണ്ണൽ നടക്കുക. വോട്ടെണ്ണൽ ദിനത്തിൽ വിവരങ്ങൾ ഇടതടവില്ലാതെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ 24 വാർത്താ സംഘം സജ്ജമാണ്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ശ്രീജിത്ത്, നിലമ്പൂരിൽ നിന്ന് ആര് നിയമസഭയിലെത്തും എന്ന് അറിയാൻ ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമാണ്. എങ്ങനെയാണ് മുന്നണികളുടെ അവസാന പ്രതീക്ഷകളൊക്കെ ശ്രീജിത്ത്? ഉന്മേഷ്, ക്രിസ്റ്റീന, വെരി ഗുഡ് മോർണിംഗ്. ഈ ഒരു പകൽ രാത്രിയായി നേരം വെളുക്കുന്ന സമയത്ത് ഒരു 8 മണിയോടുകൂടി നമുക്ക് ആദ്യ ഫലസൂചന നൽകാനാകും. നിലമ്പൂരിലെ പെട്ടികളെല്ലാം തന്നെ തുറക്കും, അടച്ചുവെച്ച പെട്ടികളെല്ലാം തന്നെ തുറക്കും. അപ്പോഴും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയൊരു ആശങ്ക എല്ലാ മുന്നണികൾക്കുമുണ്ട്. 2 മുന്നണികൾക്കും കാര്യമായ രീതിയിലുള്ള ആശങ്കയുണ്ട്. LDF ആകെ ആശങ്കപ്പെടുന്നത് 9 വർഷക്കാലം തങ്ങളുടെ MLA ആയിരുന്ന ആൾ രാജിവെച്ച ഒഴിവിലേക്ക് മറ്റു പക്ഷത്തേക്ക് പോയ ഒഴിവിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. സ്വാഭാവികമായി അയാളും PV അൻവറും മത്സരിക്കുന്നുണ്ട്. LDF-ന്റെ പെട്ടിയിൽ നിന്ന് വോട്ടുകൾ പോയിട്ടില്ല എന്നവർ നിലവിൽ ഉറച്ചു വിശ്വസിക്കുമ്പോഴും അവർക്ക് ആശങ്കയുണ്ട്. ഒരു വലിയൊരു വിഭാഗം ആളുകൾ അൻവറിനെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അൻവറിന് വോട്ട് ചെയ്തോ എന്നൊരാശങ്ക LDF-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതിൻ്റെ ഒരു കണക്കൊന്നും അവരുടെ പക്കൽ നിലവിലെ സാഹചര്യത്തിലില്ല. പാർട്ടി വോട്ടുകൾ, കേഡർ വോട്ടുകൾ കൃത്യമായ രീതിയിൽ M സ്വരാജിന് പോൾ ചെയ്യപ്പെട്ടു എന്ന ഉറപ്പ് പാർട്ടി നേതൃത്വം പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും പാർട്ടിക്ക് സ്ഥിരമായി വോട്ട് ചെയ്തിരുന്ന അനുഭാവി വോട്ടുകളിൽ ഏതെങ്കിലും വോട്ടുകൾ ഇത്തരത്തിൽ PV അൻവറിന് പോയിട്ടുണ്ടോ എന്ന് അവർ സംശയിക്കുന്നുണ്ട്. എന്തായാലും അതും അവരുടെ ഒരു ആശങ്കയായി നിലനിൽക്കുന്നു. ഇനി UDF ആകട്ടെ, എന്തായാലും ഭരണവിരുദ്ധ വികാരം മണ്ഡലത്തിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു 10,000-ലധികം വോട്ടുകൾക്ക് വിജയിച്ചു കയറാമെന്നൊരു പ്രതീക്ഷ അവർ പങ്കുവെക്കുന്നുണ്ട്. അപ്പോഴും മുസ്ലിം ലീഗ് വോട്ടുകളും കോൺഗ്രസിലെ വലിയൊരു വിഭാഗം VV പ്രകാശിനെ അനുകൂലിക്കുന്ന ഒരു വലിയൊരു വിഭാഗം ആളുകളുടെ വോട്ടുകളും ഒരുപക്ഷെ PV അൻവറിൻ്റെ പെട്ടിയിലേക്ക് പോയേക്കാമെന്ന് UDF ക്യാമ്പും ഈ ഒരു ഘട്ടത്തിൽ ആശങ്കപ്പെടുന്നുണ്ട്. പക്ഷേ ആരുടെ വോട്ട് കൂടുതൽ പിടിക്കും? LDF-ന്റെ വോട്ടാണ് കൂടുതൽ പിടിക്കുന്നതെങ്കിൽ നിഷ്പ്രയാസം ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചു വരുമെന്ന ഒരു പ്രതീക്ഷയാണ് അവർ പങ്കുവെക്കുന്നത്. പക്ഷേ UDF-ന്റെ പെട്ടിയിൽ നിന്നാണെങ്കിൽ അത് വഴുക്കടവ്, മൂത്തേടം പോലുള്ള സ്ഥലങ്ങളിൽ അൻവറിന് കാര്യമായ രീതിയിലുള്ള സ്വാധീനമുണ്ട്. ചുങ്കത്തറയിൽ സ്വാധീനമുണ്ട്. എടക്കരയിൽ കാര്യമായ സ്വാധീനമുണ്ട്. ആ മേഖലയിൽ നിന്നൊക്കെ UDF വോട്ടുകൾ കൂടി PV അൻവർ പിടിച്ചെടുത്താൽ സ്വാഭാവികമായി സംഭവിക്കാൻ പോകുന്നത് അതൊരു ടൈറ്റ് ഫൈറ്റിലേക്ക് പോകും. അപ്പോൾ വിജയ് ആരാണ് എന്ന തരത്തിലുള്ള ചോദ്യത്തിന് വീണ്ടും നമ്മൾ കാത്തിരിക്കേണ്ടി വരും. അതും UDF-നെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. എന്തായാലും BJP-യെ സംബന്ധിച്ചിടത്തോളം അവർ പിടിച്ച ഒരു 12,000 വോട്ടാണ് ഏറ്റവും കൂടുതൽ ഈ മണ്ഡലത്തിൽ പിടിച്ച കൂടുതൽ വോട്ടുകൾ. അത് NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ് പിടിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. മലയോര കാർഷിക മേഖലയിൽ നിന്ന് വരുന്നയാളാണ്. ആ മേഖലയിൽ നിന്ന് കൂടുതൽ വോട്ടുകൾ അദ്ദേഹത്തിന് പിക്ക് ചെയ്യാനാകുമോ, പിടിച്ചെടുക്കാനാകുമോ എന്ന ആശങ്ക BJP-ക്കുമുണ്ട്. എന്തായാലും ശക്തമായ മത്സരം ഈ ഒരു ഘട്ടത്തിൽ നടന്നു എന്നതിൻ്റെ തെളിവുണ്ട്. എന്തായാലും ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടായാൽ മാത്രം UDF ഒരു 10,000-ലേറെ വോട്ടുകൾക്ക് വിജയിക്കുമെന്നൊരു കണക്കൂട്ടൽ അവർക്കുണ്ട്. പക്ഷേ PV അൻവർ പിടിക്കുന്ന വോട്ടുകൾ നിർണായകം തന്നെയാണെന്ന് UDF-ഉം LDF-ഉം ഒരുപോലെ തന്നെ വിലയിരുത്തുന്നു. ശ്രീജിത്ത് ശ്രീകുമാറിനാണ് വിവരങ്ങൾ നൽകിയത്.